ഹലോ ഗൈസ്, അങ്ങനെ നമുക്ക് കുറച്ച് ദിവസം ലീവ് കിട്ടിയിട്ടോ. 4 ദിവസം മാത്രമാണ് ലീവ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഓടിത്തുള്ളി നമ്മൾ വീട്ടിൽ പോകാൻ പോവാണ്. അപ്പോൾ ഞാൻ നേരെ സാറ്റലൈറ്റിലേക്ക് പോയി. ഓണായതുകൊണ്ടാണെന്ന് തോന്നുന്നു ടിക്കറ്റ് ഒന്നും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അവസാനം നമ്മൾ നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ തെങ്ങൊക്കെ കാണുമ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസമാണ് കേട്ടോ. അങ്ങനെ കോഴിക്കോട് അവരെന്നെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കോഴിക്കോടേക്ക് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ അടുത്തുള്ള സാഗറിൽ പോയിട്ട് നല്ല അപ്പവും സ്റ്റൂ ആണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും പൊറോട്ട ഫാൻസ് ആണ്. അവർക്ക് സാഗറിലെ പൊറോട്ട ഭയങ്കര ഇഷ്ടം. എനിക്ക് അപ്പാണ് ഇഷ്ടം കേട്ടോ. എനിക്ക് എവിടെ പോയാലും അപ്പാണ് എനിക്ക് എനിക്ക് അപ്പം പുട്ട് വിട്ടിട്ടുള്ള ഒരു പരിപാടി ഉണ്ടാവില്ല. പുട്ടും ഞാൻ ഭയങ്കരമായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ നേരെ മമ്മിയുടെ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആയി. മമ്മിയുടെ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. നമ്മുടെ എല്ലാവരും പഞ്ചാബിൽ പോയേക്കും കേട്ടോ. അമ്മയുടെ അനിയത്തിൻ്റെ അടുത്തേക്ക് എല്ലാവരും പോയേക്കുവാണ്. അപ്പോഴേക്കും മമ്മിക്ക് 1-2 ആവശ്യങ്ങൾ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്തായാലും ബോറടിക്കും. അപ്പോൾ പറഞ്ഞു കല്യാണിൻ്റെ അവിടെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ ഞങ്ങൾ പോവാമെന്ന്. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കല്യാൺ സിൽക്സിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വേഗം നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാം. നമ്മൾ ജോലിയൊക്കെ ഇട്ടിട്ട് ആദ്യമായിട്ട് നാട്ടിൽ വന്നല്ലേ, നമ്മൾ വീട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ. മോശം മാത്രമല്ല, നമ്മൾ ചെയ്തു കൊടുക്കണം. എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ അവർക്ക് എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. പപ്പയ്ക്കും മമ്മിക്കും അതുപോലെ അന്നൂനും അപ്പൂനൊക്കെ ഡ്രസ്സൊക്കെ എടുത്തു കേട്ടോ. എങ്ങനെയുണ്ട് ഞാൻ മമ്മിക്ക് എടുത്ത സാരി എന്ന് പറയണത്? നല്ല ഡ്രസ്സല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഹൈപ്പറിൽ പോയിട്ട് പിന്നെ നമ്മൾ ചിക്കൻ റോളൊക്കെ കഴിച്ച് അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ അവരെയും വെയിറ്റ് കുറേ നേരം എടുത്തു. അവർക്ക് സമയം ഒത്തിരി കഴിഞ്ഞിട്ടാണ് അവർ വന്നത്. അപ്പം നമ്മൾ അത്രയും നേരം അവിടെ ഇരുന്നു. വിശപ്പ് നന്നായിട്ട് വന്ന കാരണം അപ്പം നമ്മൾ വേഗം ഒരു ചിക്കൻ റോളും വാങ്ങിച്ചു ലൈമൊക്കെ കുടിച്ച് നമ്മൾ വിശപ്പ് കിടക്കി അവിടെ ഇരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സിൽ ഞാൻ വാങ്ങിച്ച ഡ്രസ്സ് അവർക്ക് കൊടുക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കറിയാം. മമ്മി അതൊക്കെ തുറന്ന് നോക്കുകയാണ്. പപ്പ പറഞ്ഞു എനിക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് നീ എടുത്തിട്ടുള്ളതെന്നാണ് പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ നല്ല വിശപ്പുണ്ടായിരുന്നല്ലോ, നമ്മൾ ജസ്റ്റ് രാവിലെ കഴിച്ചതാണ്. പിന്നെ നമ്മൾ ഇറക്കിയ സ്നാക്സ് മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ നമ്മൾ നേരെ റഹ്മത്തിൽ വന്നു. റഹ്മത്തിലെ ബിരിയാണി അടിപൊളിയല്ലേ. അപ്പം നമ്മളെപ്പോഴും അവിടെ വരാറുണ്ട്. എല്ലാ പ്രാവശ്യം ചിക്കൻ ബിരിയാണിയൊക്കെ വാങ്ങി മട്ടൺ ബീഫ് ബിരിയാണിയൊക്കെയാണ് വാങ്ങൽ. അപ്പം ഞാൻ ഇന്ന് വെറൈറ്റിക്ക് ഫിഷ് ബിരിയാണി കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഈവനിങ് ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ബീച്ചിൽ പോയി. നമ്മുടെ വീട്ടിൽ മമ്മിയുടെ വീട്ടിലായിരുന്നു, നമ്മൾ മമ്മിയുടെ വീട്ടിൽ എല്ലാവരും ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അവരാരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവർ നന്നായിട്ട് മിസ് ചെയ്തു. പിന്നെ നമ്മൾ ഐസ് വരുത്തിയൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് നേരെ നിലമ്പൂരേക്ക് പോയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.